In this video, we are going to discuss the effect of Coriolis force on Earth. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. വൈ ഈസ് ഇറ്റ് കോൾഡ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം? ബിക്കോസ് അവർ എർത്ത് has an axis of rotation. Suppose this is north and south and the earth is undergoing a rotation with an angular velocity omega. നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന് അതിൻ്റെ ആക്സിസിന് എബൌട്ടായിട്ട് ഒരു ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനി റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ആൻഡ് വി നോ ദാറ്റ് വെൻ വി ഹാവ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ദർ ആർ two types of extra forces or two types of fictitious forces. One is the Coriolis force and the second one is the centrifugal force. നമുക്ക് പഠിക്കാനുള്ളത് the effect of Coriolis force on earth ആണ്. So what is the expression for Coriolis force? Let the Coriolis force be represented as Fc. We know Fc is equal to minus 2m into omega cross v. So this is the expression for the Coriolis force. Now consider any object. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. അത് നമ്മളാവാം, വേറെ എന്ത് ഒബ്ജക്റ്റും ആവാം. ആൻഡ് ദ മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് is m and the object is moving with a velocity v, then the Coriolis force experienced by that particle or that particular material of mass m is given as minus 2m into omega cross v, where omega is the angular frequency of the earth with which it is rotating. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴോ അതിനൊരു കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ മുകളിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മോഷനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും? കൊറിയോളിസ് ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ എഫക്റ്റ് നമുക്ക് രണ്ട് കേസാണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് കേസ് ഈസ് ദി കൊറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഏതൊരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്താലും ഇറ്റ് അണ്ടർഗോസ് ഫ്രീ ഫോൾ. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. വെനെവർ ഇറ്റ് അണ്ടർഗോസ് എ ഫ്രീ ഫോൾ, അത് ഫ്രീ ഫോൾ ആണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ മോഷൻ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ വെലോസിറ്റി വി. അപ്പം ആ ഒരു പാർട്ടിക്കിളിൻ്റെ മേലെ കൊറിയോളിസ് ഫോഴ്സ് എന്താണ്, എങ്ങനെയാണ് കൊറിയോളിസ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്? പിന്നെ ദ ഫ്ലോയിങ് ഓഫ് റിവർ ആൻഡ് വിൻഡ്, അതായത് എർത്തിൻ്റെ സർഫസിൽ കണ്ടിന്യൂസ് മോഷനിലുള്ള രണ്ടാൾക്കാരാണ്, ഒന്ന് റിവർ ഒന്ന് വിൻഡ്. അപ്പോൾ അവരുടെ മോഷനെയും കൊറിയോളിസ് ഫോഴ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫ്രീലി ഫോളിംഗ് ബോഡി, അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന കൊറിയോളിസ് ഫോഴ്സിനെ പറ്റിയാണ്. അപ്പോൾ കൺസിഡർ അവർ എർത്ത്. അതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 21. സോ ദിസ് ഈസ് അവർ എർത്ത് and this is the axis of rotation, north and south. And നമുക്കറിയാം angular velocity is along the axis of the rotation. അപ്പോൾ omega is directed from south to north upward direction and an object is undergoing, an object, suppose ഇതിൻ്റെ mass എന്ന് പറയുന്നത് m ആണ് and it is undergoing ഫ്രീ ഫോൾ. അത് എർത്തിൻ്റെ സർഫസിലേക്ക് ഫ്രീ ഫോൾ നടക്കുകയാണ്. നമുക്കറിയാം ഫ്രീ ഫോൾ നടക്കുക എന്ന് പറയുന്നത് എപ്പോഴും റേഡിയലി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വീഴുകയാണെങ്കിൽ ഇങ്ങനെ വീഴും, ഇപ്പോൾ ഇവിടെയായിരുന്നു ഒബ്ജക്റ്റ് ഉള്ളെങ്കിൽ ഇങ്ങനെ വീഴും. നമ്മൾ നിങ്ങൾ ടെക്സ്റ്റിൽ എടുക്കുന്ന ഡയഗ്രാം തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. സോ എ ബോഡി ഓഫ് മാസ് എം ഈസ് അണ്ടർഗോയിങ് ഫ്രീ ഫോൾ ആൻഡ് വി ആർ ഫിക്സിങ്. നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ അതിലേക്ക് ആക്സിസ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. സോ എർത്തിൻ്റെ സർഫസ്, നമുക്കറിയാം ഒരു സർഫസിൽ ആണ് എന്തുണ്ടാവുക, എക്സും വൈ ഉണ്ടാവുക. അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെഡ് ആക്സിസ് ഉണ്ടാവുക, അതായത് ഐ, ജെ ആൻഡ് കെ. ഇങ്ങനെയാണല്ലോ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻ യുവർ ഫിഗർ we are taking y-axis along this direction, that is this is the j cap and the perpendicular direction is taken as the k cap. അപ്പോൾ നമ്മൾ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനെ നമ്മൾ k cap എന്നെടുത്തു. the object is falling down with a velocity v is equal to v into k cap. അതായത് മാഗ്നിറ്റ്യൂഡ് വി ഉള്ള കെ ക്യാപ് ഡയറക്ഷനിലുള്ള ഒരു വെലോസിറ്റിയിലാണ് ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്നത്. ബട്ട് വെനെവർ വി
talk about free fall. Whenever we talk about free fall, the downward motion is taken as negative. താഴോട്ടല്ലേ ബോഡി വീഴുന്നത്, അപ്പോൾ നമ്മൾ എന്തെടുക്കും, മൈനസ് v k cap. Therefore, the velocity with which the particle is falling down is taken as minus v into k cap. കാരണം എന്താ, k cap എന്ന് പറയുന്നത് മുകളിലോട്ടാണ് നമ്മളെടുത്ത ഡയറക്ഷൻ, ഒബ്ജക്റ്റ് താഴോട്ടാണ് വീഴുന്നത്. Therefore, the direction, the magnitude is v and the direction is minus k cap. നമുക്ക് രണ്ട് രീതിയിലും പറയാൻ പറ്റും. So this is the velocity with which the particle is undergoing free fall. And ഇത് നമ്മുടെ ഇക്വേറ്റർ ആണ് എടുക്കുക. ഈ ഇക്വേറ്ററും ആയിട്ട് ഇയാൾ വീഴുന്ന റേഡിയൽ വെക്ടർ ഉണ്ടല്ലോ, ആ റേഡിയൽ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണ് എങ്കിൽ നമുക്കറിയാം ഒമേഗയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഒമേഗ ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്. വെക്ടറാണ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പ്ലെയിനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്. നമ്മൾ ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് 5 ആയിരിക്കും. അതെങ്ങനെയാണ് 90 മൈനസ് 5 വരുന്നത് ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ വര താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 5, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ സം ഓഫ് ദി ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇയാളുടെ രണ്ടുപേരുടെ സമ്മ 90 ആയിരിക്കണം. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, 90 മൈനസ് 5 ആയിരിക്കും. അതേ ആംഗിൾ ആണ് ഇവിടെ വരിക, ആൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് ആംഗിൾ ആയിട്ട് വരിക. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് 5. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ഇവിടെ ആംഗിൾ 90 മൈനസ് 5 വരുന്നത്. നമുക്ക് കൊറിയോളിസ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് സി ഈസ് ഈക്വൽ ടു മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒമേഗ വേണം, വെലോസിറ്റി വേണം. വെലോസിറ്റി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒമേഗയുടെ എക്സ്പ്രഷൻ ഫൈൻ്റെ ടേംസിൽ ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾ ഫിഗർ നോക്കുക, ഇതേ പോർഷൻ ഞാനൊന്ന് ഇവിടേക്ക് താഴോട്ട് എടുത്ത് വരയ്ക്കാം. അപ്പം ഇതാണ് നമ്മുടെ ജെ ക്യാപ്പ്, ഇതാണ് നമ്മുടെ കെ ക്യാപ്പ്, ആൻഡ് ഇതാണ് നമ്മുടെ ഒമേഗ. അപ്പം നമ്മുടെ ഈ രണ്ട് പേരുടെ എടുക്കുന്ന ആംഗിൾ നമുക്ക് എപ്പോൾ അറിയാം, വൈൻ്റെയും സെറ്റിൻ്റെ എടുക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഈ ഒമേഗനെ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റിസോൾവ് ദിസ് വെക്ടർ. ഈ വെക്ടറെ നമുക്ക് രണ്ട് പീസാക്കി റിസോൾവ് ചെയ്യാം. ഒന്ന്, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് 5 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, ഒബ്വിയസ്ലി ടോട്ടൽ 90 അല്ലേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിളും കിട്ടി. ഇനി ഒമേഗനെ നമുക്ക് കഷ്ണം കഷ്ണമാക്കി എഴുതണം ഇൻ ടേംസ് ഓഫ് 5. അപ്പോൾ നമുക്ക് നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്, ഒമേഗയുടെ അഡ്ജസൻറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒമേഗ കോസ് 5, അതാണ് ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് ഒമേഗ സൈൻ 5. അപ്പം നമുക്ക് ഒമേഗനെ എങ്ങനെ എഴുതാൻ പറ്റും, ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് 5 ജെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ 5 കെ ക്യാപ്പ്. ഇതൊന്നും ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് എഴുതിയതാണ്. അപ്പം നമുക്ക് രണ്ട് പേരെയും കിട്ടി, വിയും കിട്ടി ഒമേഗയും കിട്ടി. അപ്പം നമുക്കതിന്ന് ഡയറക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കൊറിയോളിസ് ഫോഴ്സ് കിട്ടും. സോ ഫോർ എഫ് സി ഈസ് ഈക്വൽ ടു മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി അല്ലേ. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ cos 5 j cap plus omega sin 5 k cap cross v എന്താണ്, v is equal to minus v into k cap. അപ്പോൾ നമുക്ക് ബേസ്, നമ്മൾ പ്ലസ് 2 ബേസ് നമുക്കിതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. മൈനസ് 2m എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, അതിന് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണമെന്നില്ല. ഒമേഗ കോസ് 5, ഫസ്റ്റ് ടേം ക്രോസ് ദിസ് ടേം. അപ്പോൾ ഒമേഗ കോസ് 5 ഇൻറ്റു മൈനസ് വി ഇൻറ്റു ജെ ക്യാപ് ക്രോസ് കെ ക്യാപ്, നമ്മൾ വെക്ടർ മാത്രം എടുത്ത് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കും, പ്ലസ് ഒമേഗ സൈൻ 5 എടുത്തു, മൈനസ് വിയും എടുത്തു, കെ ക്രോസ് കെ ക്യാപ്. നമുക്കറിയാം കെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ജെ ക്രോസ് കെ ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ആണ്, നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് എഴുതാം, കോൺസ്റ്റൻ്റ് ഒക്കെ അങ്ങനെ എഴുതാം. എഫ് സി ഈസ് ഈക്വൽ ടു മൈനസ് 2m ഒമേഗ കോസ് 5 ഇൻറ്റു മൈനസ് വി അല്ലേ. അപ്പം മൈനസും മൈനസും പ്ലസ് ആവും, ഇവിടെ വി വരും. ജെ ക്രോസ് കെ ക്യാപ്പ് എന്ന് പറയുന്ന നേരം ഐ ക്യാപ്പ് ആവും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി താഴോട്ട് വീഴുകയാണ്, ജെ ക്യാപ്പ് ഇങ്ങോട്ടാണ്, ഐ ക്യാപ്പ് ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും, കുറച്ച് വലത്തോട്ട് നേരെ അങ്ങോട്ടായിരിക്കും, അതായത് ഇൻ ടു ദി പേപ്പർ ആയിരിക്കും. നിങ്ങളുടെ ഫിഗർ ഇങ്ങനെയാണെങ്കിൽ ഇൻ ടു ദി പേപ്പർ ആയിരിക്കും ഐ ക്യാപ്പ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ താഴോട്ട് വീഴുകയാണെങ്കിൽ അയാളുടെ മേലുള്ള ഫോഴ്സ് അയാൾ എങ്ങോട്ട് തള്ളും,
വലത്തോട്ട് തള്ളും. അപ്പോൾ ഇങ്ങനെ ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരാൾ വലത്തോട്ട് അതായത് ഉള്ളോട്ട് സ്കിഡ് ചെയ്തു പോകും. അതാണ് ഒരു ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. Next we are going to talk about the flowing river and cyclonic wind. Suppose this is our earth, this is the north pole and this is the south pole. അപ്പം നമ്മൾ റിവർ ഓർ വിൻഡ് ഹൊറിസോണ്ടലി മൂവിങ് നോർത്ത്, അതായത് നമ്മളെ സൗത്തിലിരിക്കുന്ന വിൻഡോ അല്ലെങ്കിൽ റിവറോ ഒക്കെ നോർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന കോറിയോളിസ് ഫോഴ്സ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷനും നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ സപ്പോസ് എനി വിൻഡ് or river is flowing from south to north horizontally. നമുക്കറിയാം ടാൻജൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇതെന്ന് പറയുന്നത് ജെ ക്യാപ്പ് ആണ്. അപ്പോൾ വെലോസിറ്റി എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും? വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് വി ആയിരിക്കും, ഡയറക്ഷൻ എന്തായിരിക്കും? ജെ ക്യാപ്പ് ആയിരിക്കും. അതായത് നേരെ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് ജെ ക്യാപ്പ് ആയിരിക്കും. ഓരോ പോയിന്റിലും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു വി ജെ ക്യാപ്പ് ആയിരിക്കും. ഒമേഗ നമ്മൾ നേരത്തെ എടുത്ത സെയിം ഒമേഗ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഒമേഗ കോസ് ഫൈ ജെ ക്യാപ്പ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ്പ്. ഇത് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് നേരത്തെ ചെയ്ത അതേ രീതിയിൽ നമുക്ക് ഇതിനെയും സിംപ്ലിഫൈ ചെയ്യാം. -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ഗിവ്സ് ദി കോറിയോളിസ് ഫോഴ്സ്. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ദിസ് ഈസ് ഈക്വൽ ടു 2mv ഒമേഗ സൈൻ ഫൈ ഐ ക്യാപ്പ് ഇങ്ങനെ കിട്ടും. സോ ദീസ് ആർ ദി കേസസ്. ഇങ്ങനെ അതായത് എന്താണ്, ജെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിന് മുകളിൽ കോറിയോളിസ് ഫോഴ്സ് എങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും? ഐ ക്യാപ്പ് ഡയറക്ഷനിലേക്ക്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ടു ദി പേപ്പർ. അപ്പോൾ മുകളിലോട്ടൊരു റിവർ ഒഴുകുകയാണെന്ന് വെച്ചോ, അപ്പോൾ അതിനെ ഈ കോറിയോളിസ് ഫോഴ്സ് എങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ വലത്തോട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോയിങ് റിവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് ബാങ്ക്, അതായത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിൻ്റെ റൈറ്റ് ബാങ്ക് കുറച്ചും കൂടി കയറിയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, ഈ റിവർ ഇങ്ങനെ വലത്തോട്ട് അതിന് എക്സ്ട്രാ ഫോഴ്സ് ആര് കൊടുക്കുന്നുണ്ടാവും? കോറിയോളിസ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോറിയോളിസ് ഫോഴ്സിൻ്റെ കേസ് പറയാനുള്ളത്.